ഏറെ ഐതിഹ്യപ്പെരുമയുള്ള ക്ഷേത്രമാണ് കോവൂർ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ജനുവരി 6 മുതൽ 13 വരെയും ഈ വർഷത്തെ മഹോത്സവം 13 മുതൽ 15 വരെയും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവോണൂട്ട് ഏറെ പ്രസിദ്ധമാണ്. എല്ലാ മലയാള മാസവും നടക്കുന്ന തിരുവോണ സദ്യയിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കാറുള്ളത്. കാരാറമ്പ് നായാട്ടുപാറ റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത്തവണ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജനുവരി 6 മുതൽ 13 വരെയും ഈ വർഷത്തെ മഹോത്സവം 13 മുതൽ 15 വരെയും വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി ഇരുവേശി പുടവർ പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുകയെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 2026 ജനുവരി 13, 14, 15 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരുവേശി പുടവർ പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രസന്നിധിയിൽ വെച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2026 ജനുവരി 7 മുതൽ 13 വരെ പ്രശസ്ത ഭാഗവത പണ്ഡിതൻ ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ജനുവരി 6 വൈകുന്നേരം 4 മണിക്ക് കോവൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര, കാരാറമ്പ് നായാട്ടുപാറ എന്നിവിടങ്ങളിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് ആചാര്യവരണം, യജ്ഞദീപം തെളിയിക്കൽ എന്നിവയോടെ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സപ്താഹത്തിന് തുടക്കമാകും. 13 മുതൽ 15 വരെ മഹോത്സവ ചടങ്ങുകൾ നടക്കും. ദിവസവും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 15-ന് മഹോത്സവ ദിവസം ശ്രീഭൂതബലി, തുലാഭാരം തൂക്കൽ, തായമ്പക, അഷ്ടപതി എന്നിവയുണ്ടാകും. രാത്രി 7-ന് മോതിരം വെച്ച് തൊഴലിന് ശേഷം തിരുനൃത്തം നടക്കും. അത്താഴപൂജയോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.